ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക്സ് ആൻഡ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ അഥവാ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, പുതിയ സിലബസ് അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? നിർദ്ദേശങ്ങളാണല്ലേ നൽകിയിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ എന്താണ് 15 മിനിറ്റ് എന്ത് ചെയ്യുക? നന്നായി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. ആകെ 8 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 6 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെ 8 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ 6 പ്രവർത്തനങ്ങൾക്ക് കൂട്ടുകാർ എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. പ്രവർത്തനം 1 എന്താണെന്ന് നോക്കൂ. റോയിയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ റോയി നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുകയാണ്. ഈ പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, 1 എഴുതിയിട്ടുണ്ട്. ദെൻ വെള്ളം തിളയ്ക്കുന്നു. 2 നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നു. നോക്കൂ, പാത്രം ചൂടാകുന്നു. ദെൻ വികിരണം നൽകിയിട്ടുണ്ട് അല്ലേ. ദെൻ ബ്രാക്കറ്റിൽ നോക്കൂ, സംവഹനം, ചാലനം, ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതെ, ചാലനമാണല്ലേ. പാത്രം ചൂടാകുന്നു, സംവഹനമാണ്. ദെൻ വികിരണം എന്ന് ഏതായിരിക്കും? മൂന്നാമത്തേത് ഏതാണ്? അതെ, നമുക്കറിയാം എന്താണ്? ചൂട് അനുഭവപ്പെടുന്നില്ലേ. വെള്ളം തിളയ്ക്കുന്നുണ്ട്, ദെൻ പാത്രം ചൂടാകുന്നു, ദെൻ ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ 1 ചാലനം, 2 സംവഹനം, 3 ചൂട് അനുഭവപ്പെടുന്നു. ഓക്കെ, ദെൻ സുജാലകങ്ങൾക്ക് ഉദാഹരണം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുജാലകങ്ങൾക്കല്ലേ നമുക്ക് ഏതൊക്കെ എഴുതാം? അലുമിനിയം, ചെമ്പ്, ഇരുമ്പ് ഇവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചാലനത്തിനും സംവഹനത്തിനും താപപ്രേഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ചാലനത്തിനും സംവഹനത്തിനും താപപ്രേഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക്. തന്മാത്രകൾ എന്താ ചെയ്യുന്നത്? തന്മാത്രകൾ എന്താണ്? മാധ്യമമായി നിലകൊള്ളുന്നു. തന്മാത്രകൾ മാധ്യമമായി നിലകൊള്ളുന്നു. ഓക്കെ, നമുക്ക് പ്രവർത്തനം 2 നോക്കാം. ഓക്കെ, നമുക്ക് പ്രവർത്തനം 2 ഏതാണെന്ന് നോക്കിയാലോ. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഏതൊക്കെ അവയവങ്ങളാണ് കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്? ചെറുകുടൽ, ആമാശയം, വായ, വൻകുടൽ, മലദ്വാരം, അന്നനാളം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്ത് വെച്ചാണ് കൂട്ടുകാരെ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തീകരിക്കുന്നത്, അതായത് പൂർത്തിയാകുന്നത്? അതെ, ചെറുകുടലിൽ വെച്ചാണല്ലേ. ആൻസർ എന്താണ്? ചെറുകുടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നൽകിയിട്ടുള്ളത്? എന്താണ് പെരിസ്റ്റാൾസിസ്? എന്താണ് കൂട്ടുകാർ ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ? അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതെ, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. എന്താണ്? അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ നോക്കൂ. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചവയാണ്. ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതെ, നമുക്കറിയാം ഈ കോമ്പല്ലുകൾ എന്താണ്? മാംസാഹാരികൾ മാംസം കടിച്ചു കീറാനാണല്ലോ ഉപയോഗിക്കുന്നത്. ആൻസർ എന്താണ്? മാംസം കടിച്ചു കീറാൻ. ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കൂ. പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ആഹാരം സ്വീകരിക്കൽ. നെക്സ്റ്റ് ഏതായിരിക്കും വരിക? ആഹാരം സ്വീകരിക്കൽ കഴിഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം. ഏതാണ് കൂട്ടുകാരെ? അതെ, ദഹനമാണല്ലേ. ആഹാരം സ്വീകരിക്കൽ, ദഹനം. അടുത്തത് ആഗീരണമാണ്. അടുത്തത് ഏതാണ് വരുന്നത്? അതെ, സ്വാംശീകരണമാണല്ലേ. ആൻസർ എന്താണ്? സ്വാംശീകരണം. നെക്സ്റ്റ്, അതായത് ലാസ്റ്റ് എന്താണ്? മല വിസർജനം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ആഹാരം സ്വീകരിക്കൽ, ദഹനം, ആഗീരണം, സ്വാംശീകരണം, മലവിസർജനം. ഓക്കെ, ഇതിൽ നമുക്ക് പ്രവർത്തനം 3 നോക്കാം. മനുവിന് പനിയാണെന്നാണ് അവൻ്റെ അമ്മ പറഞ്ഞത്. മനുവിൻ്റെ ശരീര താപനില അറിയാനുള്ള ഉപകരണം ഏത്? കൂട്ടുകാരി, ശരീര താപനില അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് തെർമോമീറ്റർ ആണല്ലേ. ആൻസർ എന്താണ്? തെർമോമീറ്റർ. ദെൻ താപനിലയുടെ യൂണിറ്റുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താണ്? താപനിലയുടെ യൂണിറ്റുകൾ ഏതെല്ലാമാണ് താപനിലയുടെ യൂണിറ്റുകൾ? അതെ, ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. ദെൻ മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില എത്ര? മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില എത്രയാണ്?
അതേ 37 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. ആൻസർ എന്താണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഡി ക്വസ്റ്റ്യൻ എന്താണ്? ലബോറട്ടറിയിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ലബോറട്ടറിയിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതെ, ലബോറട്ടറി തെർമോമീറ്റർ ആണല്ലേ. ആൻസർ എന്താണ്? ലബോറട്ടറി തെർമോമീറ്റർ. ദെൻ പ്രവർത്തനം 4 നോക്കാം നമുക്ക്. ശ്വാസകോശത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കൂ. താഴെ നമുക്ക് ആ ശ്വാസകോശത്തിൻ്റെ ഒരു മാതൃകയാണ് നൽകിയിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ മാതൃക, നിങ്ങളും ശ്വാസകോശത്തിൻ്റെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ, കൂട്ടുകാരൻ തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലേ. ഓക്കെ. ദെൻ ഈ മാതൃകയിൽ വൈറ്റ് ട്യൂബിൽ ഉറപ്പിച്ച ബലൂണുകൾ ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ മാതൃകയിലല്ലേ ഏതാണ്? ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂട്ടുകാരെ? ശ്വാസകോശത്തെയാണല്ലേ. ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ശ്വാസകോശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ഉച്ഛ്വാസവായുവിൽ 21% ഓക്സിജനും നിശ്വാസവായുവിൽ 15% ഓക്സിജനുമാണുള്ളത്. ഈ വ്യത്യാസത്തിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് കാരണം? അത് ശാരീരിക പ്രവർത്തനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ പട്ടികയിൽ ക്രമീകരിച്ച് എഴുതുക. ഉച്ഛ്വാസം, നിശ്വാസം. ദെൻ പോയിന്റ്സ് നോക്കൂ. ഔരാസൈസിൻ്റെ വ്യാപ്തി കുറയുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതിൽ ഉച്ഛ്വാസത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? അതെ, ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. നെക്സ്റ്റ് എഴുതാം. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ദെൻ ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ദെൻ നിശ്വാസത്തിലോ? യെസ്, ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു. വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ ഇങ്ങനെ പട്ടികയിൽ ക്രമീകരിച്ച് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5. ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിൻ്റെ ചിത്രം നോക്കൂ. പെരിസ്കോപ്പിലെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ വിശദീകരിക്കുക. ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ കൂട്ടുകാരെ? യെസ്, ഉണ്ടല്ലേ. എന്താണ്? അത് തെറ്റായ രീതിയിലാണല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് എഴുതാം. തെറ്റാണ്. മുകളിലെ സമതല ദർപ്പണം ശരിയല്ല. അതിൻ്റെ പോളിഷ് ചെയ്ത പ്രതലമാണ് മരത്തിന് അഭിമുഖമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ചിത്രം ശരിയായി വരച്ച് പ്രകാശപാത ചിത്രീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ശരിയായ രീതിയിൽ വരച്ചിട്ടുള്ള ചിത്രം കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർ ഇതുപോലെ വരയ്ക്കുക. ഓക്കെ. ദെൻ ഈ ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രതത്വം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ പെരിസ്കോപ്പിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രതത്വം ഏതാണ്? അതെ, ആവർത്തന പ്രതിപതനമാണ്. ആൻസർ എന്താണ്? ആവർത്തന പ്രതിപതനം. ഓക്കെ. നമുക്ക് പ്രവർത്തനം 6 നോക്കാം. ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം മുൻപിലും പുറകിലും ഇരുവശത്തും കാണാൻ സാധിച്ചു. കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പ്രതിഭാസം മൂലമാണ്? അതെ, ആവർത്തന പ്രതിപതനം എന്ന പ്രതിഭാസം മൂലമാണല്ലേ. ആൻസർ എന്താണ്? ആവർത്തന പ്രതിപതനം. ദെൻ 2 സമതല ദർപ്പണങ്ങൾക്ക് ഇടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 2 സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? അതെ, കോണളവ് വർദ്ധിക്കുമ്പോൾ എന്താണ്? പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. നെക്സ്റ്റ് നോക്കൂ. പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോണളവ്, പ്രതിബിംബങ്ങളുടെ എണ്ണം 30 ഡിഗ്രി, 60 ഡിഗ്രി 5 നൽകിയിട്ടുണ്ട്. അപ്പം 30 ഡിഗ്രി എത്രയാണ് കൂട്ടുകാരെ? അത് നമുക്കറിയാം. എത്രയാണ് വരിക പ്രതിബിംബങ്ങളുടെ എണ്ണം? അത് 11 ആണല്ലേ. എത്രയാണ്? 11. ദെൻ 90 ഡിഗ്രി 3, 120 ഡിഗ്രി 2.
ദെൻ പ്രവർത്തനം 7 നോക്കാം. രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. രക്തകോശങ്ങൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ചുവന്ന രക്തകോശങ്ങൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? അതേ ഹൃദയമാണല്ലേ. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം? യെസ്, വെളുത്ത രക്തകോശങ്ങൾ എഴുതാം. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ രക്തം. ദെൻ പ്ലേറ്റ്ലെറ്റ് രക്തക്കുഴലുകൾ. പര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ രക്തക്കുഴലുകൾ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഏതാണ് കൂട്ടുകാരെ? അത് ഹീമോഗ്ലോബിൻ ആണല്ലേ. ആൻസർ എന്താണ്? ഹീമോഗ്ലോബിൻ. ഹൃദയത്തിന് ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും 2 എണ്ണം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും 2 എണ്ണം എഴുതുക. എന്തൊക്കെ ചെയ്യാം നമുക്ക്? സമീകൃതമായ ആഹാരം ശീലിക്കുക. അതുപോലെ തന്നെ എന്താണ്? കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണം കൂട്ടുകാർ എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? സമീകൃതമായ ആഹാരം ശീലിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം നോക്കൂ. രാജു അച്ഛനും കൂടി രാവിലെ 11 മണിക്ക് ബീച്ചിൽ പോയി. അവിടെ ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? കടൽക്കാറ്റാണോ കരക്കാറ്റാണോ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? ഏതായിരിക്കും? അതെ, കടൽക്കാറ്റാണല്ലേ. പകൽ സമയമല്ലേ. ഏതാണ്? കടൽക്കാറ്റാണ്. പകൽ സമയത്ത് കടലിലാണോ കരയിലാണോ ചൂട് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതിലായിരിക്കും? കരയിലാണോ കടലിലാണോ ചൂട് കൂടുതൽ? അതെ, കരയിലായിരിക്കുമല്ലേ. ആൻസർ എന്താണ്? കരയിൽ. ദെൻ കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിൽ കൂടുതൽ തണുപ്പുള്ളത്? എന്താണ്? കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത്? എവിടെയായിരിക്കും? അതെ, കരയിലായിരിക്കുമല്ലേ. ആൻസർ എന്താണ്? കരയിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കടൽക്കാറ്റുണ്ടാകുന്നത് എങ്ങനെയാണ് ഈ കടൽക്കാറ്റുണ്ടാകുന്നത്? പകൽ ചൂടേറ്റ് കരയിലെ വായു ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അതായത് മർദ്ദം കൂടിയ തണുത്ത വായു കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ്. അപ്പോൾ എന്താണ് കടൽക്കാറ്റ് എന്ന് എഴുതാം. പകൽ ചൂടേറ്റ് കരയിലെ വായു ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. മർദ്ദം കൂടിയ തണുത്ത വായു കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.